ബാക്ക് ടു റേസ് ഏഗൺ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിന്റെ എക്സാം വരാൻ പോവാണ് അല്ലേ. അപ്പോൾ ഓരോ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ മാക്സിമം പകുതി ചാപ്റ്ററോളം നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ചോദ്യങ്ങളാണ് 2 മാർക്കിനും 1 മാർക്കിനും വരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ആദ്യത്തെ ചാപ്റ്റർ ആയിരുന്നു എന്ത്? ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന ലോകകഥ അല്ലേ. അപ്പൊ ആ ലോകകഥയുടെ ബേസിൽ എന്തൊക്കെ ചോദ്യങ്ങൾ 1 മാർക്കിനും 2 മാർക്കിനും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. बहुत सी ऐसी चीजें हैं जिनके बारे में मैं नहीं जानता. बहुत सी ऐसी चीजें हैं. ഒരുപാട് വസ്തുക്കളുണ്ട്, അതിനെ എല്ലാം കുറിച്ചൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. इस कथन से अकबर का कौन सा मनोभाव प्रकट होता है? ഇതിൽ നിന്ന് അക്ബർ രാജാവിന്റെ എന്ത് മനോഭാവമാണ് പ്രകടമാക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ 2 മാർക്കിന്റെ ചോദ്യമാണ്. അതിനെങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഷഹൻഷാ അക്ബർ एक രാജാ होने पर भी, ഷഹൻഷാ അക്ബർ ഒരു രാജാവാണെങ്കിൽ പോലും उनके लिए अज्ञात चीजों को दूसरे से सीख लेने को तैयार होते हैं. അപ്പൊ അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാണ്. നോക്കിയേ, यहाँ समाज के सभी विषयों पर ज्ञान पाने की उनकी आकांक्षा हम देख सकते हैं. ഈ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു അറിവ് നേടണം എന്ന ഒരു ആകാംക്ഷയാണ്, ഒരു ആശയാണ് അദ്ദേഹത്തിന്റെ എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. നോക്കിയേ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ബീർബൽ സമാജ് കെ വിഭിന്ന പ്രകാർ കെ ലോഗോ കോ ദർബാർ മേ ബുലാ ലായ. ബീർബൽ എന്ത് ചെയ്തു? ഈ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകളെ കൊട്ടാരത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നു അല്ലേ. നോക്കൂ, കാരൺ ക്യാ ഹോഗ, എന്തായിരുന്നു കാരണം? നോക്കിയേ, ഉത്തരം ഇങ്ങനെ എഴുതാം. സമാജ് കെ ഹർ ലോഗ് കിസി ന കിസി കാം മേം നിപുൺ ഹോംഗേ. ഇന്ന് സൊസൈറ്റിയിലുള്ള ഓരോ ആളുകളും അല്ലേ, സമൂഹത്തിലുള്ള ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെന്നാണ് ബീർബൽ വാദിക്കുന്നത്. ഉൻസേ സബീ കാര്യ സീഖ്ന ആസാൻ നഹീ ഹൈ. അപ്പൊ എന്താണ്, അവരിൽ നിന്നൊക്കെ എന്താണ്, എല്ലാ കാര്യങ്ങളും ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നതല്ല, മറിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ഗുണമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. അക്ബർ കോ യെ സംജാനെ കെ ലിയെ ബീർബൽ സമാജ് കെ വിഭിന്ന പ്രകാർ കെ ലോഗോ കോ ദർബാർ മേ ബുലാ ലായ. ഇത് അക്ബർ രാജാവിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബീർബൽ സമൂഹത്തിലുള്ള ഒരുപാട് ആളുകളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പാഠത്തില് ഒരു കാര്യം കറക്റ്റായിട്ട് പഠിച്ചിരുന്നല്ലോ. എന്തായിരുന്നു? ജ്ഞാനെ കുറിച്ച്, ജ്ഞാനാർജനെ കുറിച്ച് ഒരു 2 വരി പഠിച്ചില്ലേ. എന്തായിരുന്നു? ज्ञानार्जन जन्म से लेकर मृत्यु तक चलने वाली निरंतर प्रक्रिया है. कोई न कोई व्यक्ति पर ले हरेक व्यक्तियों में कोई न कोई हुनर है എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയില്ലേ? അത് ഓർത്തു വെക്കണം. കാരണം ജ്ഞാനാർജനെ കുറിച്ചൊരു ടിപ്പണിയോ അല്ലെങ്കിൽ ലേഖ എഴുതാനോ 4 മാർക്കിന് വരും. നമ്മളിവിടെ 2 മാർക്കിനെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 4 മാർക്ക് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യും കേട്ടോ. അപ്പൊ നമുക്കത് പറയാം. നോക്കൂ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഹമേഷാ ഹി സീഖ്താ ഹൂം. ഞാൻ ഇപ്പോഴും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആരാണ് പറയുന്നത്? ബീർബൽ അല്ലേ. നോക്കൂ, ഇസ്കാ ക്യാ മത്ലബ് ഹെ, ഇതിന്റെ അർത്ഥം എന്താണ്? മത്ലബ് എന്താണ്? ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അർത്ഥം എന്താണ്? അർത്ഥം വ്യക്തമാക്കൂ. ഇതൊക്കെയാണ് മത്ലബ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നോക്കൂ, ഇസ്കാ മത്ലബ് ഹെ കി സമാജ് കെ ഹർ വ്യക്തി അപ്നി മൃത്യു തക് കുച്ച് ന കുച്ച് നയി ബാതേ സീഖ്താ രഹതാ ഹെ. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണ്? സമാജ് കെ ഹർ വ്യക്തി, സൊസൈറ്റിയിലുള്ള ഓരോ വ്യക്തികളും അപ്നി മൃത്യു തക്, തന്റെ മരണം വരെ കുച്ച് ന കുച്ച് നയി ബാതേ, ഓരോരോ പുതിയ കാര്യങ്ങളും എന്താണ്? സീഖ്താ രഹതാ ഹെ, പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജോ വ്യക്തി ചാഹതാ ഹെ വ അപ്നെ ചാരോം ഓർ കെ വിഭിന്ന സ്രോതോं से ज्ञान प्राप्त कर सकता है. അതായത് ചുറ്റുപാടിൽ നിന്നും ഓരോ വ്യക്തിയിൽ നിന്നും ഒക്കെ വിഭിന്ന തരത്തിലുള്ള അറിവുകൾ നേടുന്നുണ്ട്. നോക്കൂ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. യെ ഭൂട്ടി മഹിള കിൻ കിൻ കി പ്രതിനിധി ഹോ സക്തി ഹെ. ഇവിടെ ഒരു ഭൂട്ടി മഹിള ഉണ്ടല്ലോ, വൃദ്ധയായ സ്ത്രീ ഇല്ലേ, അവര് എന്തിന്റെയൊക്കെ പ്രതിനിധിയാണെന്നാണ് ചോദ്യം. വേ മഹാൻ ഗുരു സാദഗി സേ ജീവൻ ബിതാനെ വാലി ഔരത്
സമജ്ദാർ और अच्छे इंसान की പ്രതിനിധി ഹെ. അവരൊരു മഹാനായ ഗുരുവിന്റെയും അതുപോലെ തന്നെ സാദഗി സേ ജീവൻ ബിതാനെ വാലി എന്ന് പറയുമ്പോൾ വളരെ ലാളിത്യത്തോടു കൂടി ജീവിതം നയിക്കുന്ന സ്ത്രീയുടെയും സമജ്ദാർ എല്ലാ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നവരുടെയും അച്ഛേ ഇൻസാൻ നല്ല സത്യസന്ധമായിട്ടുള്ള ഒരു സ്ത്രീയുടെയും പ്രതിനിധിയാണെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. സഭി ശിക്ഷക് ബി ഹെ ഓർ വിദ്യാർത്ഥി ബി. എല്ലാവരും എന്താണ്? അധ്യാപകരുമാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുമാണെന്ന് ഇവിടെ ആര് പറയുന്നുണ്ട്? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഹർ ആദ്മി കോ കിസി ന കിസി ഹുനർ ഔർ ഗ്യാൻ ഹോഗ. ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട് അല്ലെ. ഹുണർ എന്താണ്? കഴിവ്. ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്. നമ്മൾ പഠിച്ചിരുന്നു. ജ്ഞാനാർജൻ, ജന്മസേ ലേക്കർ മൃത്യു തക് ചൽനെ വാലി നിരന്തർ പ്രക്രിയ ഹേ, ഹരേക് വ്യക്തി മേ കോയി ന കോയി ഹുനർ ഹേ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. നോക്കിയേ, वो उस ज्ञान दूसरों को खुशी से देता, नए नए ज्ञान प्राप्त होता भी है. അവർ നമ്മുടെ അറിവുകളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അവിടെ നിന്ന് ഓരോ അറിവുകൾ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇസ്ലിയേ ऐसा कहते. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവരും അധ്യാപകരുമാണ്, എല്ലാവരും വിദ്യാർത്ഥികളുമാണെന്ന് ഇതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. തും സച്ച് മേ ഭാഗ്യശാലി ഹോ ജോ തുമേ ഇത്നി സമജ്ദാർ ഗുരു മിലി. ഭാഗ്യശാലി കോൻ ഹെ? ആരായിരുന്നു ഭാഗ്യശാലി? 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇവിടെ ബീർബലാണ് ഭാഗ്യശാലി അല്ലേ. നോക്കൂ, ദർബാർ തര തര കെ ലോഗോം സെ ഭരാ ഥാ, കിസ്കെ നിർദ്ദേശാനുസാർ ബീർബലിനെ ഏസാ കിയ. അപ്പം രാജകൊട്ടാരം ഒരുപാട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് ആരായിരുന്നു? ആരുടെ അഭിപ്രായമായിരുന്നു അത്? ഇത് ആരാണ് പറഞ്ഞത്? നോക്കിയേ, അക്ബർ രാജാവിന്റെ അഭ്യർത്ഥന അനുസരിച്ചിട്ടാണ്. എനിക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചും അറിയണം, പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബീർബൽ അവിടെ എല്ലാവരെയും കൂട്ടിട്ട് വന്നതല്ലേ. അപ്പൊ അത് ആലോചിക്കണേ. ഇനി നോക്കിയേ, ഷഹൻഷാ അക്ബർ ബൂട്ടി മഹിളാക്കെ ആകെ അദബ് സേ ക്യോൻ ജുക്കേ. അപ്പൊ ഇവിടെ രാജാവായിട്ടുള്ള ഷഹൻഷാ അക്ബർ ബൂട്ടി മഹിളയുടെ മുന്നിലായി ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നുണ്ട് അല്ലേ. നോക്കൂ, അദബ് സേ ക്യോൻ ജുക്കേ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ അവരെങ്ങനെ നിന്നത് എന്നാണ് ചോദ്യം. ഷഹൻഷാ ബൂട്ടി മഹിളാക്കെ ശബ്ദോं की सादगी से प्राप्त हुई അല്ലേ. അതായത് അവർക്ക് ബൂട്ടി മഹിള പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി, അതുകൊണ്ടാണ് അല്ലേ. നോക്കി, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ദർബാർ മേ ബാദ്ഷാനെ ക്യാ ദൃശ്യ ദേഖാ. ആ രാജകൊട്ടാരത്തില് ഇവിടെ അക്ബർ രാജാവ് എന്ത് ദൃശ്യമായിരുന്നു കണ്ടിരുന്നത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫ് ആണ്. अगली सुबह जब शहनशाह ने दरबार में प्रवेश किया तो उनका स्वागत एक विचित्र दृश्य ने किया है. ഒരു വിചിത്രമായ ദൃശ്യമാണ് രാജാവിനെ വരവേറ്റത്. എന്ത് ദൃശ്യമായിരുന്നു? ദർബാർ തര തര കെ ലോഗോം സേ ഭരാ ഹുവാ ഥാ. ആ രാജകൊട്ടാരം ഒരുപാട് തരത്തിലുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. വഹാം ബച്ചേ ഓർ ബുജുർഗ് ദേ. അവിടെ കുട്ടികളും മുതിർന്നവരും ഉണ്ടായിരുന്നു. ഗൃഹിണിയാം ഓർ ദോ ബിനേന്തി. എന്താണ്? വീട്ടമ്മമാരും അലക്കുകാരും ഉണ്ടായിരുന്നു. കിസാൻ ഓർ കച്ചറാ ബീനെ വാലേ ഥേ. കർഷകരും അതുപോലെ കച്ചറാ ബീനെ വാലകളും ഉണ്ടായിരുന്നു. ദുക്കാൻദാർ ഓർ ലിപിക് ദേ. കടക്കാരും ഗുമസ്തന്മാരും ഉണ്ടായിരുന്നു. മൂർഖ് ഓർ ജ്ഞാനി ദേ. വിവരമില്ലാത്തവരും ജ്ഞാനികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓർ ഭീ ന ജാനേ കിത്നി തരഹ് കെ ലോഗ് ദേ. പക്ഷേ പറയാൻ പോലും പറ്റിയിരുന്നില്ല അവിടെ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നൊരു കണക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, കിസ്കോ സിഖാനെ കെ ലിയെ ലോഗ് ആയേ ദേ. ആരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകളൊക്കെ വന്നത്? അക്ബർ രാജാവിനെ അല്ലേ, മറക്കരുത്. അക്ബർ രാജാവിനെയാണ് പഠിപ്പിക്കേണ്ടത് അല്ലേ. അപ്പൊ ഷഹൻഷാ അക്ബർ കോ ദർബാർ മേ മൗജൂദ് ഹർ വ്യക്തി രാജാ കോ കുछ ना कुछ सिखा सकता है. इससे आप सहमत है क्यों? അപ്പോൾ കൊട്ടാരത്തിൽ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ രാജാവിന് എന്തൊക്കെയോ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എങ്ങനെ ഉത്തരം എഴുതണം? അപ്പൊ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് കയറല്ല ചെയ്യേണ്ടത്. യോജിക്കുന്നുണ്ടെങ്കിൽ യോജിക്കുന്നുണ്ട് മേ സഹമത് ഹൂ എന്നും, അല്ലെങ്കിൽ യോജിക്കുന്നില്ല എന്നാണെങ്കിലോ മേ സഹമത് നഹി ഹൂ എന്ന് പറഞ്ഞിട്ട് വേണം ഉത്തരം തുടങ്ങാൻ. നോക്കൂ, ഹാ മേ ഇസേ സഹമത് ഹൂ. ഹരേക് വ്യക്തി മേ കോയി ന കോയി ഹുനർ ഹേ. ദർബാർ മേ मौजूद हर व्यक्ति राजा को सिखा सकता है जिनके बारे में बादशाह अकबर नहीं जानते हैं. അല്ലേ? അപ്പോ ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്, അതുകൊണ്ട് ഇതൊരു തെറ്റല്ല, ഇതിനോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ചാപ്റ്റർ മാറി. പിതാക്ക പ്രായശ്ചിത്ത് എന്ന ചാപ്റ്ററിലെ ഓരോ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. വ झूठ बोला
कार तैयार नहीं थी इसलिए देर हो गई. इस तरह झूठ बोलना क्या सही है? क्यों? അതായത് അവൻ കളവ് പറഞ്ഞു. ആര് കളവ് പറഞ്ഞു? അരുൺ ഗാന്ധി കളവ് പറഞ്ഞു അല്ലേ? അപ്പോ എന്താ കളവ്? കാർ തയ്യാർ നഹീതി, കാർ റെഡിയായി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയതെന്ന് കളവ് പറയുകയാണ് അല്ലേ? ഇങ്ങനെ കളവ് പറയുന്നത് ശരിയാണോ? ശരിയാണെങ്കിൽ എന്തുകൊണ്ട്? തെറ്റാണോ? തെറ്റാണെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. നോക്കിയേ, ജൂട്ട് ബോൽന കഭി ഭി ടീക് നഹി ഹൈ. കളവ് പറയുക എന്നത് ഒരിക്കലും എന്താണ്? ശരിയായ കാര്യമല്ല. ക്യോങ്കി ये एक बुरी आदत है, अदर चीത്ത ശീലമാണ്. झूठ बोलने से तत्कालीन फायदा हो सकता है लेकिन इससे भविष्य में नुकसान ही होगा. ഒരു കളവ് പറയുകയാണെങ്കിൽ തൽക്കാലീൻ ഫായദ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു ജയം നമുക്ക് കിട്ടും, പക്ഷെ അത് ഭാവിയിലേക്ക് ദൂഷ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. വീട്ടിലേക്കുള്ള 18 കിലോമീറ്ററോളം ദൂരം ഞാൻ കാൽനടയായിട്ട് പോയിക്കോളാം. എന്താണ് പൈദൽ ചൽക്കർ? കാൽനട പോയിക്കോളാം എന്ന് പറയാണല്ലേ. മനിലാൽ ഗാന്ധി കെ ഇസ് നിർണയ സേ ആപ് സഹമത് ഹൈ? ക്യോ? അപ്പം അരുൺ ഗാന്ധിയുടെ അച്ഛനായിട്ടുള്ള മണിലാൽ ഗാന്ധിയുടെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. മനിലാൽ ഗാന്ധിക്ക് ഈ നിർണയ ബിൽക്കുൽ സഹി ഹൈ. മനിലാൽ ഗാന്ധിയുടെ ഈ ഒരു തീരുമാനം ശരിയാണ്. क्योंकि बेटे की गलती का कारण वे अपने को मानते हैं. അപ്പൊ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവൻ ചെയ്ത ഒരു തെറ്റ്, അവൻ ചെയ്ത ഒരു കളവ് ഇത്രയും എഫക്റ്റ് ആവുന്നത് അല്ലേ? ഇത് വളരെ വലിയ തെറ്റാണെന്ന് അവന് മനസ്സിലാകുന്നത് ഇതുകൊണ്ടാണ്. इसके द्वारा उन्होंने बेटे को अपनी गलती पर सोच विचार करने का मौका दिया. ഇതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവന് ഒരു ധാരണ വന്നത്, ഈ പ്രായശ്ചിത്തം അച്ഛൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് സങ്കടം ഉണ്ടായി അല്ലേ? അപ്പൊ അവന് ബോധ്യപ്പെട്ടു. നോക്കൂ അടുത്ത ചോദ്യം. അരുൺ ഗാന്ധി और उनकी दो बहनें हमेशा शहर जाने के इंतजार में रहते हैं. क्यों? അരുൺ ഗാന്ധിയും അതുപോലെ തന്നെ അവരുടെ 2 സിസ്റ്റേഴ്സും എപ്പോഴും എന്താ ഷഹറിൽ പോകണം എന്നവര് വിചാരിക്കും, എപ്പോഴും ആഗ്രഹിക്കും. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. വഹാം ഉൻകെ കോയി പടോസി നഹീ थे. शहर जाते वक्त वे अपने मित्रों से मिल सकते हैं और वहाँ के सिनेमाघर में फिल्में देख सकते हैं. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ കാണാം അല്ലേ? मित्रों से मिल सकते हैं, ഫ്രണ്ട്സിനെ കാണാം, അതുപോലെ തന്നെ സിനിമാഘർ മേ ഫിലിമേം ദേഖ് സക്തേ ഹേ, സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ അവർക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് അരുൺ ഗാന്ധി और उनके परिवार कहाँ रहते हैं. അരുൺ ഗാന്ധിയും അവരുടെ കുടുംബവും എവിടെയാണ് താമസിക്കുന്നത്? ദക്ഷിണാഫ്രിക്ക മേ ഡർബൻ കരീബ് 18 മീൽ ദൂരെ ആശ്രം മേ. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, പാഠത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്ത ചോദ്യം. അരുൺ ഗാന്ധിക്ക് പിതാ കോൻഡേ. അരുൺ ഗാന്ധിയുടെ അച്ഛനാരായിരുന്നു? മനിലാൽ ഗാന്ധി. പിതാജി കാ പ്രായശ്ചിത്ത് കർത്തേ ഹുയേ ദേക്കർ അരുൺ ഗാന്ധിനെ ക്യാ നിർണയ ലിയ. എന്ത് തീരുമാനമാണ് അച്ഛൻ്റെ ആ ഒരു പ്രായശ്ചിത്തം കണ്ടതുകൊണ്ട് അരുൺ ഗാന്ധി എടുത്തിട്ടുള്ളത്? മേ കഭി ബി ജൂട്ട് നഹി ബോലൂങ്ക. ഞാൻ ഒരിക്കലും കളവ് പറയില്ല. മേ കഭി ബി ജൂട്ട് നഹി ബോലൂങ്ക. ഓക്കെ, അടുത്തത്. അരുൺ ഗാന്ധിക്ക് ജൂട്ട് പർ പിതാ കി പ്രതിക്രിയ ക്യാ ഥി. അരുൺ ഗാന്ധിയുടെ ഒരു കളവിന് അച്ഛൻ്റെ പ്രതിക്രിയ എങ്ങനെയുള്ളതായിരുന്നു അല്ലേ? നോക്കൂ. പിതാനെ घर तक की 18 मील की दूरी पैदल चलने का निश्चय किया. വീട്ടിലേക്കുള്ള 18 കിലോമീറ്റർ ദൂരം എന്താണ് ആള് കാൽനടയായിട്ട് പോയിക്കൊള്ളാമെന്ന് പറയുകയാണ്. അടുത്ത് നോക്കിയേ. अपने पिता के प्रायश्चित का क्या प्रभाव अरुण गांधी पर पड़ गया है. തൻ്റെ പിതാവ് ചെയ്ത പ്രായശ്ചിത്തം അരുൺ ഗാന്ധിയെ എങ്ങനെയാണ് പ്രഭാവിച്ചത് എന്നാണ് ചോദ്യം. ഉസ്നെ കബി ജൂട്ട് നാ ബോൽനെ കാ നിർണയ ലേ ലിയ. ഉത്തരം സെയിം ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ മാറി മാറി വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. അതുകൊണ്ടാണ് ഒരേ ഉത്തരം വരുന്ന പല ചോദ്യങ്ങൾ ഡിഫറെന്റ് സ്റ്റൈലിലാണ് വരുന്നത്, അതിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ. ലേഖക് അരുൺ ഗാന്ധി കിസ്കാ പോത്താ ഹെ. അപ്പൊ അരുൺ ഗാന്ധി ആരുടെ പേരക്കുട്ടിയാണ്? മഹാത്മാഗാന്ധി കാ. നോക്കൂ. അരുൺ ഗാന്ധി പിതാസെ കോൺസാ ജൂട്ട് ബോല. എന്ത് കളവായിരുന്നു പറഞ്ഞത്? നോക്കൂ. കാർ തയ്യാർ നഹീ ഥി ഇസ്ലിയേ ദേർ ഹോ ഗയി. കാർ റെഡിയായി കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയതെന്ന് പറഞ്ഞിരുന്നു അല്ലേ? മേ കഭി ജൂട്ട് നഹി ബോലൂങ്ക. അരുൺ ഗാന്ധിക്ക് ऐसा निर्णय लेने का कारण क्या था. ഇതാണ് ചോദ്യം. अपने झूठ पर पिताजी को प्रायश्चित करते देखकर.
താൻ ചെയ്തൊരു തെറ്റിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്തത് കണ്ടിട്ടാണ് അരുൺ ഗാന്ധി ഇനി ഞാൻ ഒരിക്കലും കളവ് പറയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അടുത്തത് ജൽ ബാങ്ക് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. ആജ്കൽ ജിൻകെ പാസ് പാനി ഹേ വേ പാനിദാർ ഹോ രഹേ ഹേ. നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു പാനിദാർ എന്ന വാക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടല്ലോ, പാനി പാനി ഹോന അല്ലേ. അപ്പൊ ആ രണ്ട് വാക്കിന്റെയും അർത്ഥം എന്താണെന്ന് പഠിച്ചു വെക്കണം. നോക്കൂ, ആജ്കൽ ജിൻകെ പാസ് പാനി ഹേ വേ പാനിദാർ ഹോ രഹേ. ആരുടെ കയ്യിലാണോ വെള്ളം അധികമുള്ളത് അവര് നല്ല കൂടുതൽ വെള്ളമുള്ള ധനികനാണ് എന്ന രീതിയിലാണ് പറയുന്നത്. യേ തോ ആം ജനതാ ഹേ ജോ പാനി പാനി ഹോ രഹി ഹേ ബിനാ പാനി കെ എന്നാണ് ഈ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസിന്റെ അടിസ്ഥാനത്തിൽ വൺ വേർഡ് നോക്കൂ. ഉപയുക്ത അംശമേം സാധാരണ കെ ലിയെ പ്രയുക്ത ശബ്ദ കോൺസാ ഹേ. സാധാരണ എന്നുള്ള വാക്കിന്റെ വേറൊരു പദമാണ് ആം ജനത. ഓക്കെ, ആം ജനത എന്നുള്ളത്. അപ്പൊ നമുക്ക് ഉത്തരം എഴുതാം ആം ജനത. ഓക്കെ, അടുത്തത് പാനി പാനി ഹോന കാ അർത്ഥ ക്യാ ഹേ. പാനി പാനി ഹോന എന്ന വാക്കിൻ എന്താ മുഹാവരയുടെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഗുഷ് ഹോനയാണോ, തക്ലീഫ് ഹോനയാണോ, ലജ്ജിത് ഹോനയാണോ, അമീർ ഹോനയാണോ? പാനി പാനി ഹോന ലജ്ജിത് ഹോന എന്നാണ്. നോക്കൂ, ആജ്കൽ ജിസ്കെ പാസ് പാനി ഹേ വേ പാനിദാർ ഹോ രഹി ഹേ. ഇസ്കാ മത്ലബ് ക്യാ ഹേ? പാനിദാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? പാനിദാർ എന്ന വാക്കിന്റെ അർത്ഥം ധനിക് എന്നാണ് കേട്ടോ, അമീർ എന്നാണ്. അമീർ, ധനിക് അല്ലെങ്കിൽ അമീർ, നല്ല പണക്കാരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ചപ്പേ ചപ്പേ पर जल बैंक उल गए हैं लेखक की इस कल्पना के पीछे भविष्य का कौन सा संकेत है. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോ മുക്കിലും മൂലയിലും ചപ്പേ ചപ്പേ पर മുക്കിലും മൂലയിലും എന്തുണ്ട്? വെള്ളത്തിന്റെ ATM അല്ലെ, വെള്ളത്തിന്റെ ബാങ്ക് തുറന്നിട്ടുണ്ട്. ഇത് ഭാവിയെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കൂ, വർത്തമാൻ സമയമേ പാനി കി കമി ഏക് ഗംഭീർ സമസ്യ ബൻതി ജാ രഹി ഹൈ. ഇന്ന് പ്രസന്റ് സിറ്റുവേഷനിൽ എന്താണ്? വെള്ളത്തിന്റെ ലഭ്യത കുറവ് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. അബ് ബി സ്ഥിതി പർ ഹം ധ്യാൻ നാ രഖേംഗെ തോ ഭവിഷ്യമേ ഹമേ പാനി കെ ലിയെ ബഹുത് തർസദാ പടേഗ. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും എന്നാണ് പറയുന്നത്. തരസദ എന്ന ബുദ്ധിമുട്ടാണ് കേട്ടോ. इस अवसर पर पानी के लिए हमें किसी जल बैंक जैसी सुविधाओं का आश्रय लेना ही पड़ेगा. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള ജല ബാങ്കുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. അടുത്ത് നോക്കിയേ, ഗർമേ പീനെ കെ വാസ്തേ ഭി ഏക് ബൂന്ദ് നഹി ഹൈ. വീട്ടിൽ കുടിക്കാൻ പോലും തുള്ളി വെള്ളമില്ല. ലോഗ് ഏസാ ജൂട്ട് ക്യോ കഹത്തെ ഹൈ. ആളുകൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത് എന്നാണ് ചോദ്യം. പാനി സബ് കഹീം പര്യാപ്ത മാത്രമേ നഹി ഹൈ. വെള്ളം എന്താ നോക്കൂ, വെള്ളം പാനി സബ് കഹീം പര്യാപ്ത മാത്രമേ നഹി ഹൈ. സബ്കോ പേജൽ ഉപലബ്ധ നഹി ഹൈ. കുടിവെള്ളം എവിടെയും കിട്ടുന്നില്ല അല്ലേ. നോക്കൂ, പാനി നഹി ഹോനെ സേ ഹം ദൂസരോं के पास पहुंच जाएंगे जिसके पास पानी पर्याप्त मात्रा में है वे दूसरों को देने को तैयार ना होंगे. ആരുടെ കയ്യിലാണോ വെള്ളം അധികം ഉള്ളത് അവർ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. इसलिए वे झूठ बोलकर कहते फिरते हैं. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ പറയുന്നത് എൻ്റെ കയ്യിലില്ല, ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയില്ലേ, അതുപോലെ കളവ് പറയുന്നു എന്നാണ് പറയുന്നത്. ഖാത്ത ഖുലാ നഹി കി ആപ്കി ചാരോ ഉംഗ്ലിയാം പാനി മേ. ഇനി അങ്ങനെ ഒരു അക്കൗണ്ട് തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നാണ് പറയുന്നത്, മരിച്ചു പോകും എന്നാണ് പറയുന്നത്. ഇസ് പ്രयोग से आप क्या समझते हैं? ജൽ ബാങ്ക് മേ ഗാത്ത ഗോൾനെ സേ പാനി മിൽനെ കി സുവിധ ഹോ ജായേഗി. ഇത്തരത്തിലുള്ള ജല ബാങ്കുകളിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താണ്, വെള്ളമൊക്കെ നമുക്ക് കിട്ടും, ഫ്യൂച്ചർ സേഫ് ആണ്. പക്ഷേ ഗാത്ത നാ ഗോൾനെ സേ, ഇങ്ങനെയുള്ളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിലോ പ്രാപ്ത് കർനെ കെ ലിയെ ലോഗോ കോ ബഹുത് കഷ്ട സഹനാ പടേഗ. അപ്പം വെള്ളം കിട്ടാതെ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, അടുത്തത് ജലസംരക്ഷണത്തിനെ കുറിച്ചൊരു പോസ്റ്ററാണ് 2 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. ജൽ പ്രകൃതി കാ അമൂല്യ വരദാൻ സബി കാ അസ്തിത്വ ജൽ പർ നിർഭർ ഹേ. ഇതൊരു പോസ്റ്ററായിട്ട് നമുക്ക് എഴുതാം. ജൽ കാ ദുരുപയോഗ മത് കരോ, ജൽ കാ ഉപയോഗ സാവധാനി സേ കരോ അല്ലെ, ഇതൊരു പോസ്റ്ററായിട്ട് നമുക്ക് എഴുതാം. ഭൂമിഗത് ജൽ ശോഷൺ പർ രോക് ലഗായേ പേയജൽ കെ ലിയേ സംഭാവി ലഡായി സേ ബച്ച് ദേ. അപ്പൊ ഇത് മൂന്നും എന്താണ്? പോസ്റ്റർ പോയിന്റ്സ് ആണ്, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തത്
നമ്മുടെ ഖൂബ്സൂരത് അനുഭൂതി ഹെ എവറസ്റ്റ് എന്ന ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ജിന്ദഗി ജീവൻ മേ ജിജ്ഞാസ കി ക്യാ അഹമിയത്ത് ഹെ? അതായത് ജീവിതത്തില് ജിജ്ഞാസ, അറിവ് നേടാനുള്ള ഒരു ആഗ്രഹം, ക്യൂരിയോസിറ്റി, ഇതിൻ്റെയൊക്കെ ഒരു അഹമിയത്ത് ക്യാ ഹെ എന്നാണ് ചോദ്യം. നോക്കാം. ജിജ്ഞാസ ഹംകോ ജീവൻ മേ കുച്ച് നയേ കർനെ കി പ്രേരണ ദേത്തി ഹെ. എപ്പോഴും നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത് പുതിയൊരു കാര്യം ചെയ്യുമ്പോഴാണ് അല്ലേ? അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല. അപ്പൊ അത് ഉണ്ടാവുന്നത് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുക, ഇത്തരത്തിൽ ജിജ്ഞാസ ഉണ്ടാവുക. ഇസ്കെ കാരൺ ഹി ഹം കുച്ച് ലക്ഷ്യ നിശ്ചിത് കർക്കെ ഉസ് തക് പഹുഞ്ച്നെ കി കോശിഷ് നിരന്തർ കർത്തെ രഹത്തെ ഹെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ഇസ്ലിയെ ജീവൻ മേ ജിജ്ഞാസ കാ ബഡാ സ്ഥാൻ ഹെ. അതുകൊണ്ട് തന്നെ എന്താണ്, ജീവിതത്തില് ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, അറിവ് നേടാനുള്ള അതിയായ ആഗ്രഹം, ഇതിനൊക്കെ വളരെയധികം സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്? സന്തുലിത് ദിമാഗ് और സംയം अच्छे इंसान के लिए जरूरी है. इस प्रस्ताव कर आपकी राय क्या है? നല്ല സന്തുലിതമായിട്ടുള്ള ബുദ്ധിയും അതുപോലെ തന്നെ നല്ല മനസ്സും എപ്പോഴും എന്താണ്, ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. യോജിക്കുന്നുണ്ടോ? ഇതാണ് ചോദിക്കുന്നത്. संतुलित दिमाग और संयम मानव के लिए जरूरी है. जरूरी, അത്യാവശ്യമാണ്, ആവശ്യമാണ്. संतुलित दिमाग वाला ही क्षमा के साथ जी सकते हैं. അതായത് നല്ല ഒരു സന്തുലിതമായ ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കാര്യത്തിനോട് പെട്ടെന്ന് അഗ്രസീവ് അല്ലാതെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അഗർ ദിമാഗ് കാ സന്തുലൻ ബിഗഡ് ജാതാ ഹെ തോ വ കഭി ക്രുദ്ധ ഹോതാ ഹെ യാ ഉദാസ് ഹോതാ ഹെ. അങ്ങനെയുള്ള മനസ്സിന്റെ ഒരു സന്തുലനാവസ്ഥ എപ്പോഴാണോ നിൽക്കുന്നത് അപ്പം മുതൽ നമ്മൾ എങ്ങനെയായിരിക്കും, വളരെയധികം ദേഷ്യപ്പെടുകയും അതുപോലെ ഒരു കാര്യത്തിനോട് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റാതെ വരികയും നമുക്ക് ചെയ്യും. ओके, सभी परिस्थितियों में संयम से काम करने से हम जीवन में सफलता पा सकते हैं. ഇങ്ങനെയുള്ള സന്തുലിതമായ മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തില് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. സമാജ് കോ ഖുഷ് ദേഖ്നെ കി കൽപ്പന കെ പീछे संतोष यादव के चरित्र की कौन सी विशेषता प्रकट होती है? സന്തോഷ് യാദവിന്റെ എന്ത് വിശേഷതയാണ് സൊസൈറ്റിക്ക്, എന്ത് സ്വഭാവ വിശേഷതയാണ് ഇവിടെ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി അവർ പറയുന്നത് എന്നാണ് ചോദ്യം. നോക്കൂ. സമാജ് കെ പ്രതി സകാരാത്മക് ഭാവ് രഖ്നെ വാലി ഔരത് ഹെ സന്തോഷ് യാദവ്. സൊസൈറ്റിയോട്, സമൂഹത്തോട് ഒരു നല്ല കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ആര്? സന്തോഷ് യാദവ്. ഇസ് കൽപ്പന കെ പീछे ഉൻകി സമാജ് കല്യാൺ കി ഭാവന ഹം ദേഖ് സക്തേ ഹെ. അപ്പൊ അദ്ദേഹത്തിന്റെ തീരുമാനം എങ്ങനെയായിരുന്നു? നോക്കൂ. സമാജ് കോ ഖുഷ് ദേഖ്നെ കി കൽപ്പന, സമൂഹത്തെ സന്തോഷമുള്ളതായിട്ട് കാണണം, ഇതായിരുന്നു അവരുടെ ഒരു ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് അവരുടെ നല്ല മനസ്സാണ് ഇവിടെ കാണുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് എക്സാമിന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സൂചന खूबसूरत अनुभूति है एवरेस्ट साक्षात्कार का ये अंश पढ़े और പ്രശ്നോ കെ ഉത്തർ ലിഖേ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് വൺ വേർഡ് ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു മാതൃക നോക്കാം. നോക്കൂ. ജബ് മേ ടോപ്പ് पर पहुंची तो भावात्मक रूप से मैं शून्य हो गई थी. എപ്പോഴാണോ ഞാൻ ടോപ്പിൽ എത്തിയത് ആ സമയം മുതൽ ഞാൻ എങ്ങനെയാണ്, ആ ഭാവാത്മക രൂപമായിട്ട് ഞാൻ ഒന്നുമല്ലാതായി മാറി അല്ലേ, ശൂന്യമായി പോയി. നാ കിസി പ്രകാർ കി ഖുഷി ഥി और ना ही कोई गम. എനിക്കൊരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല, സന്തോഷവും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ എന്താ, സങ്കടവും തോന്നിയില്ല. വാക്കി ടോക്കി ഫോൺ കെ ജരിയെ മുझे सूचना दी गई कि मैं एवरेस्ट पर पहुंच गई हूं. വാക്കി ടോക്കിയുടെ ഉപയോഗത്താൽ ഞാൻ എന്ത് ചെയ്തു, ആ സൂചന നൽകി, ഞാൻ ഇവിടെ എത്തി എന്ന് സൂചന നൽകി എന്ന് പറയുകയാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. സന്തോഷ് യാദവ് കോൻ ഹേ? ആരാണ് സന്തോഷ് യാദവ്? നോക്കിയേ. പർവ്വതാരോഹിയാണോ, അധ്യാപകയാണോ, അഭിനേത്രിയാണോ, ഡോക്ടറാണോ? ഇവിടെ സന്തോഷ് യാദവ് ഒരു പർവ്വതാരോഹകയാണ്, പർവ്വതാരോഹിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. വാക്കി ടോക്കി ഫോൺ കെ ജരിയെ സന്തോഷ് യാദവ് കോ കിസ്കി സൂചന ദി ഗയി? എന്ത് സൂചനയാണ് വാക്കി ടോക്കിയുടെ ഉപയോഗത്താൽ അവർ കൊടുത്തത്? നോക്കൂ. ജൽദി ഘർ ജാനാ ഹേ എന്നുള്ളതാണോ, വേഗം വീട്ടിൽ പോണെന്നാണോ, പരാജിത് ഹോ ഗയി ഹേ എന്നാണോ, തോറ്റുപോയി എന്നാണോ, എവറസ്റ്റ് പർ പഹുഞ്ചി എന്നാണോ, എവറസ്റ്റ് ഞാൻ കയറി എന്നാണോ, ഖാനെ കെ ലിയെ തയ്യാർ ഹോനാ ഹേ, ഭക്ഷണം കഴിക്കാൻ ഞാൻ റെഡി ആണെന്നാണോ? നോക്കൂ. എവറസ്റ്റ് പർ
പഹൂഞ്ചി ഹെ, ഞാൻ എവറസ്റ്റിൽ എത്തിയിരിക്കുന്നു, ഇതാണ് ഉത്തരം. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഈ 2 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈവ് മിസ്സാക്കരുത്. എന്തായാലും കാണുക. ഇതിന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. ബൈ.